ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പിലായിരുന്നു ഗൈസ്, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതിനിടയ്ക്കാണ് ഗൈസ് കണ്ണിൻ്റെ വിഷയമൊക്കെ വന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് കുറേ നാളായി. നമ്മുടെ വീട്ടിലോട്ട് കുറേ നാളല്ല ഗൈസ്, ഒരാഴ്ചത്തോളമായി നമ്മൾ ചെറിയ ട്രിപ്പ് കാരണം എങ്ങും വീട്ടിലോട്ട് പോയില്ലായിരുന്നു ഗൈസ്. നമ്മൾ ഒരു ചെറിയ ട്രിപ്പിലായിരുന്നല്ലോ, അപ്പോഴത്തേക്കും വീടൊക്കെ ആകെ അലങ്കോലമായി കിടക്കുമായിരിക്കും. നമുക്കപ്പോൾ എന്താണേലും വീട്ടിലോട്ടൊന്ന് പോയി എല്ലാം ഒന്ന് നീറ്റാക്കി സെറ്റപ്പാക്കി ഇടണം. നമ്മൾ ഇനിയെങ്ങും പോകുന്നില്ല, നമ്മൾ ചെറിയൊരു ട്രിപ്പായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആ വഴിക്കാണ് ഇതൊക്കെ പറ്റിയത്. ഇപ്പം നമുക്ക് എന്നാണേലും നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോയിട്ട് എല്ലായിടവും ഒന്ന് നീറ്റാക്കി ഒന്ന് ഇടണം. ആകെ ഇപ്പം മൊത്തം മഞ്ഞൊക്കെ വീണോന്ന് പോലും അറിയത്തില്ല ഗൈസ്. മഞ്ഞൊക്കെ ആയിരിക്കും ഫുള്ള് വീണ് ചുറ്റും. നമുക്ക് എന്നാലും നേരെ വീട്ടിലോട്ട് പോകാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അറിയാം സ്ഥിതി എന്താണെന്ന്. അപ്പോൾ ഗൈസ് വീഡിയോ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഇതിങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്, കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് എന്നാണേലും പയ്യെ പോകാം. ഇത്തിരി വണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതിപ്പം കുറേ നാൾ വീഡിയോ ഇടായിരുന്നത് കണ്ണിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നിച്ചിരി മാറ്റമുണ്ട്. അപ്പോൾ എന്നാലും ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് കഴിച്ചു. അപ്പം നമുക്ക് എന്നാണേലും ഇത്രയൊക്കെ ഇതായതല്ലേ, അപ്പോൾ വെറുതെ നമ്മളായിട്ടതിന് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ ഇടാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. സോ അതിനിടയ്ക്ക് ഇങ്ങനത്തെ വിഷയമൊക്കെ വരുമ്പോഴത്തേക്കുമാണ് പാട് വരുന്നത്. അപ്പോഴത്തേക്കും കുഴപ്പമില്ല ഗൈസ്, എല്ലാം സെറ്റായി. നമ്മളിനി വീഡിയോ ഇടും. ഇതിപ്പോൾ നമ്മൾ എന്നാലും വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ വളം അങ്ങ് തിരിഞ്ഞാൽ മതി. ഇതിപ്പോൾ നമുക്കത് വീട്ടിലോട്ടങ്ങോട്ട് കയറാം. എൻ്റെ ഗൈസ് ഞാൻ വിചാരിച്ചു ഗൈസ് അവിടെ തീർന്നെന്ന്. കാരണം എന്ന് വെച്ചാൽ ലാഗടിച്ച് ചെയ്തതിനിടയ്ക്ക് ഇതിപ്പോൾ നമുക്ക് വണ്ടി എവിടെ ഇടണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗ്യാരേജിൽ കയറ്റി ഇടണോ, ഇനി എവിടെയെങ്കിലും പോകണമെന്നിങ്ങനെ ഒരു പ്ലാനുണ്ട്. ആ ഗൈസ് നമുക്ക് എന്നാൽ അപ്പുറത്തോട്ട് കയറ്റിയിടാം. അവിടെ കിടക്കട്ടെ എന്നാണേലും വണ്ടി. എവിടെയെങ്കിലും പോകണേ അവിടെ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാമല്ലോ. ആട്ടി തട്ടിയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ വണ്ടി ഒത്തിരി സസ്പെൻഷൻ താത്തിട്ടില്ല ഗൈസ്. നമുക്ക് എല്ലാ പർപ്പസിനും വേണ്ടിയുള്ളൊരു വണ്ടിയാക്കി ഇട്ടേക്കുവാണിത്. നമുക്ക് എന്നാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. എൻ്റെ ഗൈസ് നോക്ക്, വീടിന് ഫുള്ളും മഞ്ഞ് വീണ് കിടക്കുന്ന ഗൈസ്. എന്താണ് നോക്കണേ. അയ്യോ ഗൈസ് നല്ല പണിയാണ് കേട്ടോ. ഇത് മിക്കവാറും ആളെ വെക്കേണ്ട വരും. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല ഗൈസ്. അപ്പോൾ എന്നെ അകത്തോട്ട് കയറി നോക്കാം എന്താ അവസ്ഥയെന്ന്. ഇത് പിന്നെ നല്ലൊരു തണുപ്പായതുകൊണ്ട് നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടി ഈ നോക്കാം. ആരും ഇട്ട് തരാനില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഇടേണ്ട വരും. എനിക്കൊരു ചായ ഇട്ട് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഗൈസ്, ആർക്ക് വേണേലും വരാം ഗൈസ്. അപ്പം അവിടെ കഴിഞ്ഞ ദിവസം കഴിച്ചതിൻ്റെ പ്ലേറ്റൊക്കെ ഇരിപ്പോട്ടെ കേട്ടോ. നമ്മളെ ടി വിയുടെ ഏരിയയൊക്കെ ഫുള്ള് പൊടിയായി കിടക്കുമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം മേളിലോട്ട് വരുമ്പോഴും കുഴപ്പമില്ല ഗൈസ്. എല്ലായിടും ഡോറൊക്കെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. ഡോർ അടച്ചിട്ടിരുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അകത്തോട്ട് നമ്മൾ ബെഡ്റൂമിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൻ എപ്പോഴും ഉറക്കുക ഗൈസ്. മഴയും കൂടി ആയതുകൊണ്ട് പാവം എപ്പോഴും ഉറക്കുക. അവനവിടെ കിടക്കിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇത്ര വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലോട്ടും കൂടെ കയറിയിട്ട് പോകാം കേട്ടോ. സ്റ്റുഡിയോ എന്തായെന്ന് നോക്കാം. സ്റ്റുഡിയോയിലും വലിയ പൊടിയൊന്നും ഇല്ല. കുഴപ്പമില്ല ഗൈസ്. എല്ലായിടവും ഒന്ന് ഒരാളിനെ വെച്ചൊന്ന് ക്ലീൻ ആക്കണം. എന്നാണേലും ഒരു ദിവസം കൊണ്ട് ഒരാളുടെ പണി തീരും തോന്നില്ല. ഇതിപ്പോൾ എല്ലാം ഒന്ന് നീറ്റാക്കണം ഇനി. ഗൈസ് കുറേ നാൾ വീടിട്ടിട്ട് പോയ ഇതാണ് അവസ്ഥ. ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് ഇതിപ്പം ഇതാണ് അവസ്ഥ. മെയിനിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ എന്താകുമെന്ന് അറിയില്ലല്ലോ. ജിമ്മൊക്കെ വേണ്ട ഗൈസ്. എന്തൊരവസ്ഥയാണ് നോക്കണം. ജിമ്മൊന്നും ആരും ഉപയോഗിക്കുന്നില്ല ഗൈസ്. ഇതൊക്കെ ഞാൻ വെറുതെ മേടിച്ചിട്ടേക്കുന്നതാണ്. നമ്മുടെ ഗെയിമിങ് സ്ഥലം അവിടെ അങ്ങോട്ട് ആരും പോകാറില്ല. ഞാനും പോകാറില്ല. ആരും എന്നല്ല, ഞാൻ പോകാറില്ല.
പിന്നെ അങ്ങോട്ട് ആരെങ്കിലും വരുന്ന കൈ നമ്മൾ മീറ്റപ്പൊക്കെ വെക്കുമ്പോഴത്തേക്കും പയ്യന്മാരാരെങ്കിലും വന്ന് അവിടെ കളിക്കാനൊക്കെ പോവും, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എന്നാണ് നമ്മൾ മടുത്ത് വന്നപ്പോഴത്തേക്കൊന്ന് നല്ല ക്ഷീണമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് ഉറങ്ങിയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് മയങ്ങിയിട്ട് വരാം ഗൈസ്. അപ്പോൾ കുറേ നേരത്തെ മയക്കത്തിന് ശേഷം ഞാൻ പിന്നെ എണീറ്റ് സുഹൃത്തുക്കളെ. ഞാൻ വലിയ കാര്യത്തിൽ TV കാണാൻ വന്നപ്പോൾ കറണ്ടില്ല ഗൈസ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. TV കാണാൻ എന്നപ്പോഴത്തേക്കും കറണ്ടും ഇല്ല, ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എന്നാണെങ്കിലും നമ്മളിനി എങ്ങും പോകുന്നില്ല. സോ നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് ഗ്യാരേജിൽ പാർക്ക് ചെയ്തിട്ടേക്കാം. ഇനി ഇവിടെ കിടന്ന് വെറുതെ പൊടിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്നാണെങ്കിലും വണ്ടി എടുത്ത് നമ്മുടെ ഗ്യാരേജിൽ ഇടാം കേട്ടോ. അതാകുമ്പോൾ അവിടെ മഞ്ഞൊന്നും അങ്ങോട്ട് വീഴത്തില്ലല്ലോ, ഗ്യാരേജ് മൂടിയല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നേരെ പയ്യെ വണ്ടി എടുക്കാം. അടിയൊന്നും തട്ടത്തില്ലെന്ന് ഗൈസ് പ്രതീക്ഷിക്കുന്നു. തട്ടിയില്ലെന്ന് തോന്നുന്നു ഗൈസ്. തട്ടി ഗൈസ്, അടി ചെറുതായിട്ട്. ഇതിപ്പോൾ നമ്മുടെ വണ്ടി കയറ്റിയിടാം. എന്താണേലും ഇനി അടി തട്ടി ഇവിടെയും തട്ടുമായിരിക്കും ചിലപ്പോൾ. ഗൈസ് എടുത്തത് കൂടിപ്പോയി, പിടിക്കേണ്ടതായിരുന്നു ഗൈസ്. ഞാൻ ഇതെന്തുവായി കാണിക്കുന്നതെന്ന് തന്നെ എനിക്കറിഞ്ഞൂടാ ഗൈസ്. കണ്ണെല്ലാം പോയപ്പോൾ അടിച്ചു പോയെന്ന് തോന്നുന്നു ഗൈസ് എല്ലാം. നമുക്ക് എന്താണേലും കയറ്റിയിടാം, എന്താവുമോ എന്തോ എനിക്കറിഞ്ഞൂടാ. ആണ്ടോ ഒന്ന് ഗൈസ്. അപ്പോൾ എന്നാണല്ലോ നമുക്ക് മെക്കാനിക്ക് കയറ്റേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പം വണ്ടിക്ക് കുഴപ്പമൊന്നും ഇല്ല. നമുക്ക് എന്നാളും വണ്ടി അങ്ങോട്ട് നീക്കിയിടാം കേട്ടോ. ഇവിടെ വേറൊരു വണ്ടി ഇന്ന് വരും ഗൈസ്. അത് ഏത് വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു പുതിയ വണ്ടിയാണെന്ന് വെച്ചാൽ പുതിയ വണ്ടിയൊന്നും അല്ല, ഇച്ചിരി പഴയ വണ്ടിയാണ്. ഒരു വണ്ടിയും കൂടെ വരും. ഇപ്പോൾ ഏത് വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഏത് വണ്ടിയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ഇടുന്ന വണ്ടിയും കറക്റ്റാണോ എന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്താണേലും ഗ്യാരേജ് പൂട്ടാം, ഇല്ലെങ്കിൽ ഉള്ള മഞ്ഞും പൊടിയും എല്ലാം കൂടെ അതിനകത്തോട്ട് പിന്നെ ഗൈസ് ഗ്യാരേജ് അടയ്ക്കാൻ പറ്റാത്ത ഗൈസ്, ഗ്യാരേജ് അടയുന്നില്ലേ ഗൈസ്? ഇതൊക്കെ ശരിയാക്കണം. കണ്ടില്ലേ, പെട്ടു. 2 ദിവസം മാറി ഇരുന്നപ്പോഴത്തേക്കും മൊത്തം മാറി ഗൈസ് വീട്. എന്താണ് വായത് അടയാത്ത പുല്ലി ഗൈസ്. അപ്പോൾ അടഞ്ഞെന്ന് തോന്നുന്നു. അടഞ്ഞു ഗൈസ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ചോ. 100 സബ് ആകുമ്പോഴത്തേക്ക് ഗീവ് അവേ ഒക്കെ ഉണ്ട്. ഗീവ് അവേ പ്ലാൻ ചെയ്തിരുന്നത് ഇതായിരുന്നു, മറ്റേ BMW ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ബെൻസ് കൂടെ ഉണ്ടായിരുന്നു. ബെൻസ് അത് പോയി, ആ വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ഒരു S ക്ലാസ്സും അല്ലെങ്കിൽ ഒരു i7 കൂടെ കയറ്റാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ S ക്ലാസ് വേണോ i7 വേണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എന്നാലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. S ക്ലാസ് ആകുമ്പോഴത്തേക്കും RM കാറാണല്ലോ. അപ്പം ബൈ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട